എൻ്റെ മകൾ സ്ത്രീയാവുന്നു. കഥ തുടരുന്നു. അച്ഛനങ്ങനെ മടുപ്പ് തോന്നേണ്ട കാര്യമില്ല. റിമോട്ട് എന്ന് അമർത്തിയാൽ ഏത് ചാനലും കിട്ടും. FM റേഡിയോയിൽ പഴയ ഗാനങ്ങളും ഇഷ്ടം പോലെ കേൾക്കാം. വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. പിന്നെയും മടുപ്പ് തോന്നിയാൽ ജനലിലൂടെയ്ക്ക് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാം. മരച്ചില്ലകളിലൂടെ മഴ പെയ്തിറങ്ങുന്നത് കാണാം. പച്ചപ്പിലൂടെ വെയിൽ ചീളുകൾ പരക്കുന്നതും കാണാം. രാത്രിയായാൽ മിന്നാമിനുങ്ങളുടെ മിനുക്കവും കാണാം. മകളുടെ സംസാരം കേട്ട് ഞാൻ ചിരിച്ചുപോയി. അവളുടെ കണ്ണുകളിലെ കൗതുകവും മുഖത്തെ ഭാവവും എല്ലാം പഴയതുപോലെ തന്നെ. മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. മഴ പെയ്തിറങ്ങുമ്പോൾ അത് ആകാശ നൂലാവുന്നു. വെയിൽ പരക്കുമ്പോൾ ദൈവത്തിൻ്റെ ചിരിയാവുന്നു. മിന്നാമിനുങ്ങുകൾ രാത്രിയിൽ സ്വർണ്ണപ്പൂക്കളാവുന്നു. അത്ഭുതങ്ങളിലേക്ക് അങ്ങനെയാണ് അവൾ പോയത്. ഇങ്ങനെ അനങ്ങാതെ ഏറെ നേരം കിടക്കുകയെന്ന് ഒട്ടും സുഖകരമായ ഒന്നല്ല. അസഹ്യമായ മടുപ്പ് ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് കീഴടക്കും. ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് വിരസമാകും. വായിച്ച് അങ്ങനെ പോകുമ്പോൾ അക്ഷരങ്ങൾ കുതറിപ്പോകും. പാട്ട് കേൾക്കുമ്പോഴും അങ്ങനെ തന്നെ പെട്ടെന്ന് നിദ്രാഭംഗം വരും. അപ്പോഴൊക്കെ വിചാരിക്കും, ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ മനസ്സിനെ ഒന്ന് ഉണർത്താമായിരുന്നു. മോൾക്ക് കുറച്ചിവിടെ ഇരുന്നാൽ എന്താണ്? ഞാൻ ചോദിച്ചു. എന്തിനാണച്ചാ? അല്ല, വെറുതെ സംസാരിക്കാൻ. അപ്പോൾ അവളുടെ ഭാവം മാറി. ഉത്തരവാദിത്വമുള്ള ഒരു വീട്ടമ്മയെപ്പോലെ പറഞ്ഞു, അയ്യോ അച്ഛാ, ഒട്ടും നേരമില്ല. അടുക്കളയിൽ കുറേ ജോലിയുണ്ട്. അച്ഛന് കുളിക്കാൻ വെള്ളം ചൂടാക്കണം, പിന്നെ കഞ്ഞി ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് അച്ഛനെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കണം. ഇതെല്ലാം അമ്മ ഏൽപ്പിച്ച ജോലികളാണേ. ഒരുപാട് ജോലികൾ തലയിലേറ്റിയ ഭാരം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴോ ഒന്നും അവൾക്ക് ഇത്രയും ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം തന്നെ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാകണമെന്ന വാശിയോടെയാണ് അവൾ പഠിച്ചിരുന്നത്. അവളത് നേടുകയും ചെയ്തു. ഏതായാലും അടുക്കളയിൽ അവൾ ഏറ്റെടുത്ത കനത്ത ഭാരത്തെ ലഘൂകരിക്കുവാൻ ഞാൻ തുനിഞ്ഞില്ല. കോണിപ്പടികൾ ഇറങ്ങുന്നവൾ തുനിയുമ്പോൾ പഴയ ഓരോ ഓർമ്മയിൽ തമാശയോടെ ഞാൻ ചോദിച്ചു, മോളെനിക്ക് അടുക്കളയിൽ നിന്നും കത്തെഴുതാമോ? അത് കേട്ടപാടെ പെട്ടെന്ന് എന്തോ കണ്ടെത്തിയതുപോലെ അവൾ തിരികെ വന്ന് എൻ്റെ തലമുടി ഇഴകളിൽ വിരലോടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ മറന്നിട്ടില്ലല്ലേ ആ പഴയ കത്തുകളി? പിന്നെ അവൾ തലതാഴ്ത്തി എൻ്റെ നെറ്റിയിൽ മുഖം ചേർത്തു. കത്തുകൾ എഴുതി കളിക്കുക എന്നത് അവൾക്ക് ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. അക്ഷരങ്ങൾ പറിച്ചു വരുന്ന കാലം. വീട്ടിൽ ദിവസവും കത്തുകളുമായി വരുന്ന പോസ്റ്റ്മാനെ അത്ഭുതത്തോടെയാണ് അവൾ നോക്കിയിരുന്നത്. ആകാശത്തിൻ്റെ ഏതോ കോണിൽ നിന്നും അയാളുടെ ശരീരത്തിലേക്ക് വന്നു വീഴുന്ന കത്തുകൾ ആവശ്യക്കാർക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ അല്ലെന്ന് പറഞ്ഞിട്ടും തിരുത്തിയില്ല. പിന്നെ കത്തുകൾ വരുന്ന രീതി കാണിച്ചു കൊടുത്തു. അന്ന് തൊട്ടാണ് അവൾ കത്തുകൾ എഴുതാൻ തുടങ്ങിയത്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിയായി അത് മാറി. അവൾ അതിനെ കത്തുകളി എന്ന് വിശേഷിപ്പിച്ചു. എല്ലായ്പ്പോഴും അവൾ കത്തുകൾ എഴുതിയിരുന്നത് എനിക്കായിരുന്നു. മുറ്റത്തെ ചെടികളുടെ മറവിൽ ചോക്ലേറ്റ് കൊണ്ടുവന്ന ചുവന്ന ഹാർഡ്ബോർഡ് പാക്കറ്റാണ് തപാൽ പെട്ടിയായി അവൾ രൂപാന്തരപ്പെടുത്തിയത്. ഈ കഥ നാളെ തുടരും.